ഹരിയോ. അധ്യായം 9. വസുദേവ ദേവകി വിവാഹം. ശ്രീ നാരദൻ്റെയും ബഹുലാശ്വൻ്റെയും സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, ഒരു ദിവസം യദുവംശത്തിൻ്റെ മഹാഗുരുവും മഹാപണ്ഡിതനുമായ ഗർഗമുനി തൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം മധുരാ നഗരത്തിലെ ഉഗ്രസേനൻ എന്ന ചക്രവർത്തിയുടെ സുന്ദരമായ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ അക്രൂരനൊപ്പം ദേവകനെയും കംസനെയും രാജ്യസദസ്സിൽ ഗർഗമുനി കണ്ടു. അതോടൊപ്പം ഉഗ്രസേനൻ ചക്രവർത്തി ഇന്ദ്രൻ്റെ മഹത്തായ സിംഹാസനത്തിൽ ഇരിക്കുന്നുമുണ്ടായിരുന്നു. മഹർഷിയെ കണ്ടപ്പോൾ ചക്രവർത്തി ഉടനെ തൻ്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് യാദവരോടൊപ്പം ആദരപൂർവ്വം പ്രണാമം അർപ്പിച്ചു. കൂടാതെ ഋഷിയെ സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്തു. ഗർഗമുനി ചക്രവർത്തിയെ അനുഗ്രഹിക്കുകയും ചക്രവർത്തിയുടെയും സഹചരന്മാരുടെയും ക്ഷേമത്തെപ്പറ്റി ചോദിച്ചറിയുകയും ചെയ്തു. പിന്നീട് ആ പവിത്രനായ ഋഷി ശക്തനും ജ്ഞാനിയുമായ ശ്രീ ദേവകനോട് പറഞ്ഞു, ഏറെ നാളത്തെ ചിന്തയ്ക്കു ശേഷം ഈ ലോകത്ത് വസുദേവനേക്കാൾ മികച്ച ഒരു രാജാവ് ഇല്ലെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദേവകരാജാവേ, അങ്ങയുടെ മകളായ ദേവകിയെ വസുദേവന് വിവാഹം ചെയ്തു കൊടുക്കൂ. ദേവകൻ തൻ്റെ സമ്മതം അറിയിക്കുവാനായി ദക്ഷിണയായി മഹർഷിക്ക് വെറ്റിലയും അടക്കയും സമർപ്പിച്ചു. ശേഷം ദേവകൻ ഗർഗമുനിയുടെ ആഗ്രഹപ്രകാരം തൻ്റെ മകളെ വസുദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ദേവകരാജാവ് തൻ്റെ മകൾക്ക് വിവാഹ സമ്മാനമായി 1000 ദാസിമാരെയും 10,000 ആനകളെയും 1,00,000 കുതിരകളെയും 100,000 രഥങ്ങളും 2,00,000 പശുക്കളെയും നൽകി. വിവാഹ ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ വസുദേവൻ ദേവകിയോടൊപ്പം അത്യന്തം അഴകുള്ള ഒരു അലങ്കരിച്ച രഥത്തിൽ കയറി. തൻ്റെ സഹോദരിയെ സന്തോഷിപ്പിക്കാൻ കംസൻ കുതിരകളുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തു. ശേഷം കംസൻ രഥം ഓടിച്ചു. അപ്പോൾ ആകാശത്തു നിന്നും ഒരു ശബ്ദം കംസനോട് പറഞ്ഞു, നീ മൂഢനാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്ന് നീ അറിയുന്നില്ല. ആ അശരീരി കേട്ട ശേഷം ദുഷ്ടനും കരുണയില്ലാത്തവനുമായ കംസൻ തൻ്റെ സഹോദരിയെ രഥത്തിൽ നിന്നും നിലത്തേക്ക് തള്ളിയിട്ടു. അവളുടെ മുടിയിൽ പിടിച്ച് അവളെ കൊല്ലാൻ മൂർച്ചയുള്ളൊരു വാൾ എടുത്തു. ഇതെല്ലാം കണ്ടും കേട്ടും ജനങ്ങൾ സ്തംഭിച്ചു നിന്നു. സംഗീതജ്ഞർ അവരുടെ വാദ്യോപകരണങ്ങൾ താഴെയിട്ടു. എല്ലാവരും ഭയത്താൽ വിറച്ചപ്പോൾ വസുദേവൻ കംസനോട് അപേക്ഷിച്ചു. ശ്രീ വസുദേവൻ പറഞ്ഞു, ഓ ഭോജവംശത്തിൻ്റെ മഹാനായ രാജാവേ, ജരാസന്ധൻ, ബകാസുരൻ, വത്സാസുരൻ, ബാണാസുരൻ എന്നിവരെല്ലാം താങ്കളോട് യുദ്ധം ചെയ്യാൻ വന്നുവെങ്കിലും താങ്കളുടെ ഗുണങ്ങളെ പ്രശംസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ സ്വന്തം സഹോദരിയെ വാളുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നു? താങ്കളുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് പൂതന വന്നപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് രാജനീതിക്ക് അനുസരിച്ച് അങ്ങ് യുദ്ധം ചെയ്യാതെ അവളെ സഹോദരിയോടെന്ന പോലെയാണ് പെരുമാറിയത്. എന്നാൽ ദേവകി താങ്കളുടെ സ്വന്തം സഹോദരിയാണ്. എന്നിട്ടും അങ്ങ് ദേവകിയോട് ഇങ്ങനെ പെരുമാറാൻ എന്തുകൊണ്ടാഗ്രഹിക്കുന്നു? ഈ ഉത്സവപൂർണമായ വിവാഹ ദിവസത്തിൽ അങ്ങ് താങ്കളുടെ അനുജത്തിയോട് ദയ കാണിക്കുകയും അവളെ ഒരു ചെറിയ പെൺകുട്ടിയുമായി പരിഗണിക്കുകയും വേണം. ഇത്രയൊക്കെ അപേക്ഷിച്ചിട്ടും ദുഷ്ടനായ കംസൻ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല. അപ്പോൾ വസുദേവൻ കംസനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് ഈ ദേവകിയിൽ യാതൊരു ഭയവുമില്ലല്ലോ. അവൾ പ്രസവിച്ച് ഉണ്ടാകുന്ന ഓരോ പുത്രനെയും ഞാൻ അങ്ങേക്കു സമർപ്പിക്കാം. അതിനാൽ അവളെ വധിക്കാതെ വിടുക. ഈ വാക്കുകളിൽ വിശ്വാസം തോന്നിയ കംസൻ വധശ്രമത്തിൽ നിന്നും പിന്മാറി സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. വസുദേവനും ദേവകിയോടുകൂടി തങ്ങളുടെ ഭവനത്തിൽ പോയി. ഇവിടെ 1ാം ഖണ്ഡത്തിലെ 9ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോ.